പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ കുട്ടികളുടെയൊക്കെ പരീക്ഷ ദിവസങ്ങളാണ്. നമുക്ക് പ്രത്യേകമായിട്ട് ഈ ആരാധനയിൽ പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന എല്ലാ കുട്ടികളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങളിലുള്ള കുട്ടികളെയും നമ്മളോട് പ്രാർത്ഥന സഹായം ചോദിച്ചുള്ളവരെയൊക്കെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് 10ാം ക്ലാസ്, +2 പരീക്ഷകൾ, അതോടൊപ്പം മറ്റു ക്ലാസ്സുകളിലെ പരീക്ഷകൾ എഴുതുന്നവർ, ഭാഷാ പഠനങ്ങൾ, അങ്ങനെ ഒത്തിരിയേറെ പരീക്ഷകൾ ഈ ദിവസങ്ങളിൽ എഴുതുന്നവരുണ്ട്. അവരെയൊക്കെ സമർപ്പിക്കാം. നമ്മുടെ നിയോഗങ്ങളും ഈ അൾത്താരയിൽ നമുക്ക് ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. സങ്കീർത്തനം 56-ന്റെ 3-4 വചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കും. സങ്കീർത്തനം 56, 3-4 തിരുവചനങ്ങൾ. ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ ദാവീദ് രാജാവിൻ്റെ വാക്കുകളാണ്. ഭയമുണ്ടാകുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം, എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കും. ഞാൻ ആരുടെ വചനത്തെയാണോ സ്തുതിക്കുന്നതും പ്രകീർത്തിക്കുന്നതും ആ ദൈവത്തിൽ ഞാൻ അഭയം പ്രാപിക്കും. അതാണ് ദാവീദ് രാജാവ് നമ്മളെ ഓർമ്മിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ കാലഘട്ടം വലിയ ഭയങ്ങൾ നമ്മുടെ മനസ്സിൽ ജനിപ്പിക്കുന്ന നാളുകളാണ്. ഇന്നലെ രാത്രിയിലെ വാർത്തകളൊക്കെ കണ്ട് പലരും ഭയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു മകൻ പോലീസ് സ്റ്റേഷനിൽ എലിവിഷം കഴിച്ച് അദ്ദേഹം ചെന്ന് പറഞ്ഞു, ഞാൻ 6 പേരെ കൊന്നിട്ടാണ് വന്നത്. ആ വാർത്ത ഒരുപക്ഷെ നമ്മളെല്ലാവരും കണ്ടതാണ്. ഇന്നലെ രാത്രി ആ വാർത്ത കണ്ടു കഴിഞ്ഞ് എറണാകുളത്തുള്ള ഒരു സഹോദരി, എനിക്ക് പരിചയമുള്ള സഹോദരി, എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ, ഈ വാർത്ത കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല, വലിയ ഭയം വരുന്നു. അത് നമ്മളെല്ലാവരെയും ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കേൾക്കുന്നത്. അമ്മയെ കൊല്ലുന്ന മക്കൾ, അല്ലെങ്കിൽ പ്രസവിച്ച കുഞ്ഞിനെ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു പോകുന്ന ദമ്പതികൾ, അതല്ലെങ്കിൽ സ്നേഹിക്കുന്നവരെ കൊല്ലുന്നവർ, അങ്ങനെ ഒത്തിരിയേറെ വാർത്തകൾ. അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിൽ തന്നെയാണെങ്കിലും 10ാം ക്ലാസ്, +1, +2 വിദ്യാർത്ഥികളുടെ ഇടയിൽ തന്നെയാണെങ്കിലും വാശിയും പകയൊക്കെ തീർക്കുന്നത് കത്തികൊണ്ടും മാരകായുധങ്ങൾ ഉപയോഗിച്ചും, അങ്ങനെ ഒരു ഭയം ജനിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവ് ദാവീദിലൂടെ നമുക്കൊരു വലിയ മാതൃക തരികയാണ്. നമ്മളിലും ഭയങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്കറിയാം, ദാവീദ് രാജാവ് നല്ല ധൈര്യമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ സാവൂൾ രാജാവിൻ്റെ അരികിൽ ചെന്ന് പറഞ്ഞു, രാജാവിനും മറ്റുള്ളവർക്കും സാധിക്കാത്ത ഗോലിയാത്ത് എന്ന മല്ലനെ ഞാൻ കൈകാര്യം ചെയ്തു കൊള്ളാമെന്ന ധൈര്യത്തോടെ പറഞ്ഞ ആളാണ് ദാവീദ് രാജാവ്. ദാവീദ് രാജാവ് സാവൂളിനോട് ഗോലിയാത്തിനെ താൻ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നിനക്കെങ്ങനെ സാധിക്കുമെന്ന് രാജാവ് ചോദിക്കുമ്പോൾ ദാവീദ് രാജാവിനോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഞാൻ ആടുകളുമായിട്ടൊക്കെ പോകുമ്പോൾ എൻ്റെ ആടുകളെ ഉപദ്രവിക്കുവാൻ സിംഹങ്ങളും വന്യജീവികളൊക്കെ വരാറുണ്ട്. അങ്ങനെ വരുന്ന സിംഹങ്ങളെയൊക്കെ പലപ്പോഴും ഞാൻ പോരടിച്ച് കൊന്നിട്ടുണ്ട്. എനിക്ക് നല്ല ധൈര്യമുണ്ട് എന്നാണ് ദാവീദ് സാവൂളിനോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇത്രയും ധൈര്യവാനായ ഈ ദാവീദിൻ്റെ ജീവിതത്തിൽ പോലും ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ ഭയം കയറുകയാണ്. അപ്പോഴാണ് അദ്ദേഹം കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഭയത്തെ അതിജീവിക്കുവാൻ അദ്ദേഹം പറയുന്നത്, ഞാൻ ഭയമുണ്ടാകുമ്പോൾ അങ്ങയിൽ ആശ്രയിക്കും. ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പലവിധത്തിലുള്ള ഭയങ്ങൾ നമ്മളെ അലട്ടാം. ഇപ്പോൾ പരീക്ഷാകാലമാണ്. ഈ കുട്ടികൾക്ക് എല്ലാവർക്കും ഭയം ഉണ്ടാകും.
പരീക്ഷയിൽ ജയിക്കുമോ, മാർക്ക് കിട്ടുമോ, എന്തെങ്കിലും അസുഖങ്ങൾ വരുമോ? മാതാപിതാക്കൾക്ക് കുട്ടികളെക്കാൾ കൂടുതൽ ഭയം ഉണ്ടാകും, ഞങ്ങളുടെ മക്കളുടെ കാര്യം എന്താകും. അതോടൊപ്പം പല വിധത്തിലുള്ള ഭയങ്ങളാണ്. ഞാൻ ഒരിക്കൽ ഒരു ഭവനം സന്ദർശിച്ചപ്പോൾ ആ വീട്ടിലെ അമ്മ രോഗിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ അമ്മ എന്നോട് അമ്മയുടെ ഒരു ഭയം പറഞ്ഞിങ്ങനെയാണ്. ആ അമ്മയുണ്ട്, രോഗിയായിട്ടുള്ള അമ്മയുണ്ട്, അമ്മയുടെ മൂത്ത മകനുണ്ട്, മരുമകളും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മകനാണ് വീട്ടിലുള്ളത്. ആ മകനാണ് അമ്മയ്ക്ക് രോഗം വരുമ്പോൾ ഓടിപ്പോകുന്നത്, ഓടിച്ചെന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. ഭാര്യയ്ക്ക് രോഗങ്ങൾ വരുമ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്, കുട്ടികൾക്ക് രോഗങ്ങൾ വരുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്നു. അപ്പോൾ ഈ അമ്മച്ചി ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ആ അമ്മച്ചി പറയുകയായിരുന്നു, എൻ്റെ ഭയം ഞങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം ഓടി നടക്കുന്ന ഈ മകൻ എന്തെങ്കിലും അസുഖം വരരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. എനിക്ക് വല്ലാതെ ഭയമാണ്, അവൻ എന്തെങ്കിലും രോഗം വന്നാൽ പിന്നെ എന്താകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പല വിധത്തിലുള്ള ഭയങ്ങളുണ്ട്. നമുക്ക് പല വിധത്തിലുള്ള ഭയങ്ങൾ നമ്മൾ ഓരോരുത്തരെയും അലട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ ഒറ്റയ്ക്കാണ്, ചിലപ്പോൾ അമ്മ ഒറ്റയ്ക്ക്, അപ്പൻ ഒറ്റയ്ക്ക്, അങ്ങനെ ഉള്ള കുടുംബങ്ങളാണ്. അപ്പോൾ അവർക്കും ഭയമുണ്ട്, ആരെങ്കിലും ഒന്ന് ഉപദ്രവിക്കുമോ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങളെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലർക്ക് രോഗങ്ങളെക്കുറിച്ച് ഭയമുണ്ട്. ചിലർ ചെറിയ രോഗങ്ങളാകാം, വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ രോഗം വന്ന് മരിച്ചു പോകുമോ എന്ന് ഭയപ്പെടുന്നവരുണ്ട്. ചിലർക്ക് സാമ്പത്തിക മേഖലയിലെ ഭയങ്ങളായിരിക്കാം. അവർ കടമൊക്കെ എടുത്തു, ലോണൊക്കെ എടുത്തു, ഇപ്പോൾ ഇനി സ്ഥലം വിറ്റാലേ കടം വീട്ടാൻ സാധിക്കുകയുള്ളൂ, സ്ഥലം വിറ്റില്ലെങ്കിൽ എന്തായിത്തീരും, ജപ്തി നടപടികളുണ്ടാകും, കുടുംബം നഷ്ടപ്പെട്ടു പോകുമോ, അങ്ങനെ ഭയപ്പെടുന്നവരുമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, 56-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലെ ഭയം ഒരു നിസ്സാര ഭയമായിരുന്നില്ല. അത് അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. കാരണം ഗോലിയാത്തിനെ എതിരിടാൻ ധൈര്യമുണ്ടായിരുന്ന ദാവീദിനെ ഇപ്പോൾ ദാവീദിനെ കൊലപ്പെടുത്തുവാൻ വേണ്ടി അന്വേഷിച്ച് നടക്കുന്നതും പിന്തുടരുന്നതും സാവൂൾ രാജാവാണ്. കാരണം സാവൂൾ രാജാവിൻ്റെ അസൂയയാണ്. ഗോലിയാത്തിനെ കൊന്നതിന് ശേഷം സാവൂൾ രാജാവിനേക്കാൾ പേരും പ്രശസ്തിയും ദാവീദ് എന്ന ഇടയബാലന് ലഭിച്ചുവെന്ന് രാജാവിന് മനസ്സിലായി. അതുകൊണ്ട് രാജാവിന് ഈ ഇടയബാലനായ ഈ ദാവീദിനോട് അസൂയ മൂത്തു. അങ്ങനെ ദാവീദിനെ എങ്ങനെയെങ്കിലും കൊന്നുകളയാൻ അദ്ദേഹം തീരുമാനിച്ച് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി പിന്തുടരുകയാണ്. പക്ഷെ കർത്താവിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോയിരുന്ന ദാവീദിന് കർത്താവ് പലയിടങ്ങളിലും അത്ഭുതകരമായി രക്ഷിച്ചു. എങ്കിലും ദാവീദ് ഓരോ തവണയും ഈ മരണത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ വലിയ ഭയത്തോടെ ദൈവസന്നിധിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഭയങ്ങൾ ഉണ്ടാകുമ്പോൾ ദാവീദ് രാജാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഭയപ്പെട്ടിരിക്കാനല്ല, ഭയപ്പെട്ട് അസ്വസ്ഥപ്പെടാനല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പഠിപ്പിക്കുകയാണ് 56-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ, ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും. അതായത് ഞാൻ ഏത് ദൈവത്തെയാണോ വിളിക്കുന്നത്, ഞാൻ ആരിലാണോ ഞാൻ ആശ്രയിക്കുന്നത്, ആ ദൈവത്തെ വിളിക്കുമ്പോൾ എനിക്ക് ദൈവം സംരക്ഷണം തരുമെന്ന് ഉറപ്പാണ്. ഞാൻ ഭയമുണ്ടാകുമ്പോൾ ആ ദൈവത്തെ വിളിച്ച് ആ ദൈവത്തിൽ ആശ്രയിക്കും. അതാണ് ദാവീദ് നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനൊരു ആത്മീയ പിതാവിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ അതിൽ അദ്ദേഹം എഴുതിയിരുന്ന ഒരു സെൻറ്റൻസ് ഭയത്തെക്കുറിച്ച് അതെന്നെ ആകർഷിച്ചു. അത് ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. അതിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യുവർ ഫിയേഴ്സ് വിൽ മെൽറ്റ് എവേ when placed under the sunlight of God's sovereignty. നിങ്ങളുടെ ഭയങ്ങൾ ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ സൂര്യപ്രകാശത്തിൽ വച്ചാൽ അത് അലിഞ്ഞു പോകും, അല്ലെങ്കിൽ അപ്രത്യക്ഷമായി പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സിംഹക്കുഴിയിൽ കിടന്നപ്പോൾ സിംഹങ്ങൾ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ദാനിയേലിന് ഭയമുണ്ടായിരുന്നു. പക്ഷേ
ദാനിയേലിനെ ഓർക്കുന്ന ഒരു കർത്താവിനെ വിളിച്ച് ദാനിയേൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യേശുവിനോടൊപ്പം ശിഷ്യന്മാര് വഞ്ചിയിൽ സഞ്ചരിച്ചപ്പോൾ കൊടുങ്കാറ്റടിച്ചപ്പോൾ ശിഷ്യന്മാർക്ക് ഭയമുണ്ടായി. അവർ യേശുവിനെ ഉണർത്തി വിളിക്കുകയാണ് ചെയ്തത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പൗലോസും സീലാസും തടവറയിൽ കിടക്കുമ്പോൾ കൈകളിൽ ആമം വെച്ച് അവിടെ കിടക്കുമ്പോൾ അവർക്ക് ഭയമുണ്ടായിരുന്നു. പക്ഷേ അവർ ദൈവത്തെ സ്തുതിച്ച് ഗാനങ്ങൾ ആലപിക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ചെങ്കടലിന് മുമ്പിൽ നിൽക്കുമ്പോൾ മോശയും ഇസ്രായേൽ ജനങ്ങളും ഭയപ്പെട്ടു. പിന്നിൽ ഫറവോയും സൈന്യവുമുണ്ട്. അപ്പോഴും മോശ ചെയ്ത് വിശ്വാസത്തോടെ കടലിന് നേരെ വടി നീട്ടുകയാണ് ചെയ്തത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, ഭയങ്ങൾ ഈ കാലത്തും എല്ലാ കാലത്തും മനുഷ്യരുടെ ജീവിതത്തിലുണ്ട്, രാജാക്കന്മാരുടെ ജീവിതത്തിലുണ്ട്, എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിനത് സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ എല്ലാ ഭയങ്ങളെ എടുത്തു മാറ്റും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എന്നിട്ട് ദാവീദ് രാജാവ് വളരെ വിശ്വാസത്തോടെ പറയുക, ഈ ഭയങ്ങളെല്ലാം കർത്താവിനെ ഏൽപ്പിച്ചിട്ട്, ദൈവത്തെ ഏൽപ്പിച്ചിട്ട് 56-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ അദ്ദേഹം വലിയ ആത്മവിശ്വാസം ഇങ്ങനെയാണ് പറയുന്നത്: അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വിളിക്കുന്ന ദൈവം, നമ്മൾ പ്രകീർത്തിക്കുന്ന ദൈവം നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാത്ത ദൈവമല്ല, നമ്മുടെ ദുഃഖങ്ങൾ അറിയാത്ത ദൈവമല്ല, നമ്മുടെ കണ്ണീര് കാണാത്ത ദൈവമല്ല എന്ന് ദാവീദ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കണ്ണീര് അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അങ്ങയുടെ ഗ്രന്ഥത്തിൽ എൻ്റെ അലച്ചിലുകളും കഷ്ടതകളും എൻ്റെ ഭയങ്ങളുമുണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഭയം നമ്മളെ അലട്ടിയാൽ അത് നിസ്സാര കാര്യമല്ല. ഭയം അത് കൂടിക്കൂടി വന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്നും പ്രവർത്തിക്കാൻ സാധിക്കാത്ത വിധത്തിൽ നിഷ്ക്രിയരായി മാറും. ഭയം വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. ഭയത്തിൽ അടിമകളായാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, പഠിക്കാൻ സാധിക്കുകയില്ല, പരീക്ഷകൾ എഴുതാൻ സാധിക്കുകയില്ല, ജോലി ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല, മറ്റുള്ളവരുടെ സ്നേഹം സ്വീകരിക്കാൻ സാധിക്കുകയില്ല, നന്നായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല, ഭയമുള്ളവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, വിശ്രമം കിട്ടുകയില്ല. ഭയത്തെ അതിജീവിച്ചാലേ നല്ലൊരു ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടം ഒത്തിരി ഭയങ്ങൾ നിറഞ്ഞ കാലഘട്ടമാണ്. തീർച്ചയായിട്ടും ഈ കാലഘട്ടങ്ങളിൽ ഈ ഭയങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ദാവീദിനെ പോലെ ദൈവത്തിൽ ആശ്രയിക്കാം, കർത്താവിനെ വിളിക്കാം. കർത്താവ് നമ്മളെ ധൈര്യപ്പെടുത്തും. ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 41-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് പ്രവാചകൻ നമ്മളെ ഓർമ്മിപ്പിക്കുക: നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആ വചനം ഒന്ന് ഏറ്റുപറയാം. ഏശയ്യാ പ്രവചനം 41:3. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഏശയ്യാ പ്രവചനം 41:3. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മുടെ ഭയങ്ങളൊക്കെ ഈശോയ്ക്ക് കൊടുത്ത് ഒന്ന് സ്തുതിക്കാൻ ഒരുങ്ങാം. അതിനുശേഷം നമുക്കൊരു ഗാനം ആലപിക്കാം. നമ്മളെ ഭയപ്പെടുത്തുന്ന ചിന്തകൾ, നമ്മളെ ഭയപ്പെടുത്തുന്ന ആകുലതകൾ, നാളെയെക്കുറിച്ചുള്ള ചിന്തകൾ, നമ്മളെ ഭയപ്പെടുന്ന പരീക്ഷകളും പരീക്ഷണങ്ങളും, നമ്മളെ ഭയപ്പെടുത്തുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ, നമ്മളെ ഭയപ്പെടുത്തുന്ന മക്കളുടെ സ്വഭാവ സവിശേഷതകൾ,
നമ്മളെ ഭയപ്പെടുത്തുന്ന നമ്മുടെ തന്നെ ദുശീലങ്ങൾ, നമ്മളെ ഭയപ്പെടുത്തുന്ന മൊബൈൽ ഫോണിനോടുള്ള അടിമത്തം, നമ്മളെ ഭയപ്പെടുത്തുന്ന മറ്റു കാര്യങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങൾ പരീക്ഷകൾ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും നല്ല ധൈര്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റു ഭാഷാ പഠന പരീക്ഷകൾ, ജർമ്മൻ ഭാഷ, OET, അതുപോലെ ഒത്തിരി പരീക്ഷകൾ എഴുതുന്നവരുണ്ട്, PSC പരീക്ഷകൾ എഴുതുന്നവരുണ്ട്. അങ്ങനെ മറ്റുള്ള പരീക്ഷകൾ എഴുതുന്ന എല്ലാവർക്കും ആ ധൈര്യം കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് രാത്രിയിൽ നല്ല സുഖനിദ്ര ലഭിക്കണമെങ്കിൽ ഭയത്തിൽ നിന്ന് മോചിതരാകണം. നമുക്ക് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. യേശുവേ, ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. യേശുവേ, ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. യേശുവേ, ആരാധന. നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണു തന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറക്കുകയില്ല. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറക്കുകയില്ല. എൻ്റെ കാര്യത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും കരയിൽ. എൻ്റെ കാര്യത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും കരയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഉയർത്തി വീശിക്കേ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു എന്നും നടത്തിയിടും കൃപയിൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു എന്നും നടത്തിയിടും കൃപയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഹല്ലേലൂയ,
അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? അബ്രാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? ശക്തിയെ കരങ്ങളിച്ച ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനിന്നും ശക്തനല്ലയോ? കരങ്ങളടിച്ച് ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനിന്നും ശക്തനല്ലയോ? കരുതുന്നവൻ ഞാനല്ലയോ? കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ? കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചോ. ശക്തിയായി കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചോ. എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന കുട്ടികളെ അനുഗ്രഹിക്കണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. സാമ്പത്തിക തടസ്സങ്ങൾ ഏറ്റെടുക്കണമേ. വസ്തു വിൽപ്പന തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. വിവാഹ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. മക്കളില്ലാത്ത ദമ്പതികളെ അനുഗ്രഹിക്കണമേ. യേശുവേ, ഒരാളെ പോലും വെറുങ്കയോടെ പറഞ്ഞയക്കരുത്. ഈശോയെ, ഒരാൾ പോലും ഇവിടുന്ന് വെറുങ്കയോടെ പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. യേശുവേ, നന്ദി, 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 നന്ദി കർത്താവേ. മഹത്വം, 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 മഹത്വം. യേശുവേ, ആരാധന, ആരാധന. വിശ്വസിക്കുന്നു കർത്താവിന് അസാധ്യമായ യേശുവേ, എല്ലാവരും അനുഗ്രഹിക്കും. പരിശുദ്ധ അമ്മേ, കടന്നു വരണം. വിശുദ്ധ യൗസപിതാവേ, കടന്നു വരണം. വിശുദ്ധ അന്തോണീസേ, കടന്നു വരണം. വിശുദ്ധ യൂദാശ്ലീഹായെ, കടന്നു വരണം. വിശുദ്ധ മിഖായേൽ മാലാഖയെ, കടന്നു വരണമേ. അനുഗ്രഹിക്കണമേ, 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 അനുഗ്രഹിക്കണമേ. യേശുവേ, ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ, എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എൻ്റെ മക്കളെ അനുഗ്രഹിക്കണം. എൻ്റെ സമൂഹത്തെ അനുഗ്രഹിക്കണം എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഈശോയുടെ വലിയ അനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകി വരുന്ന സമയമാണ്. ഗർഭിണിയായിരിക്കുന്ന ഒരു സഹോദരി വളരെയധികം ആകുലതകളും ഉത്കണ്ഠകളും നിറഞ്ഞിരിക്കുകയാണ്. ആ സഹോദരിയുടെ ഉത്കണ്ഠകൾ, ആകുലകളും ഈശോ ഏറ്റെടുത്ത ആ സഹോദരിയെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. അലർജി രോഗങ്ങൾ, പൊടി മൂലമുള്ള തുമ്മൽ, ചുമ, അങ്ങനെ ഈ ദിവസങ്ങളിൽ പലവിധത്തിലുള്ള ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനി, ഇങ്ങനെയുള്ള അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന 37 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ബിസിനസ്സിൽ എന്ത് ചെയ്താലും പരാജയപ്പെടുന്ന ഒരു വ്യക്തി പലവട്ടം ആത്മഹത്യ ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ അദ്ദേഹം കയറ് കയ്യിലെടുത്തിട്ടുണ്ട്, പക്ഷേ മരിക്കാനുള്ള ധൈര്യമില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള ഒരു വഴി കർത്താവ് തുറന്നു കൊടുക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. കുടുംബത്തിൽ നിന്ന് ഏറെ നാളുകൾക്ക് മുമ്പായിട്ടും അടുത്ത കാലങ്ങളിലൊക്കെ മരിച്ചു പോയിട്ടുള്ള, പ്രത്യേകിച്ച് ചെറുപ്പക്കാരും കുട്ടികളുമായിട്ടുള്ള മരിച്ചു പോയിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും ആലോചിക്കുകയും കരയുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന 21ഓളം പേരെ ഈശോ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ചില ഗ്രൂപ്പുകളിൽ പോയിരുന്ന് ചീട്ട് കളിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള
ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ. പക്ഷെ അതിൻ്റെ ഇടയിൽ വലിയ വാക്കുതർക്കങ്ങളും ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ പോകുന്നവരോട് ഈശോ പിന്മാറാൻ ആവശ്യപ്പെടുന്നു. ആ വാക്ക് തർക്കങ്ങൾ ചിലപ്പോൾ കൊലപാതകത്തിൽ വരെ ചെന്നെത്താം ഭാവിയിൽ. അതുകൊണ്ട് അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ പോകുന്നവർ അതിൽ നിന്ന് പിന്മാറാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ഒരു സഹോദരിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ആ സഹോദരിയുടെ കുടുംബത്തിലും ആ സഹോദരിയുടെ ജീവിതത്തിലും ഈശോയുടെ അനുഗ്രഹം ശക്തമായിട്ട് കടന്നു വരുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യൂട്രസ് സംബന്ധമായിട്ടുള്ള രോഗപീഠകൾ, ഫൈബ്രോയിഡ്, ബ്ലീഡിങ്, അങ്ങനെ പല അസ്വസ്ഥതകളുള്ള 9 സഹോദരിമാരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഡിപ്രഷനിലേക്ക്, വിഷാദത്തിലേക്ക് പോയ 8ഓളം പേരെ കർത്താവ് വീണ്ടും ഉണർവ് നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രാർത്ഥനയ്ക്കും കുമ്പസാരത്തിനും പരിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുന്നതിനുള്ള താല്പര്യം കുറഞ്ഞുപോയി. അങ്ങനെയുള്ള 21 പേരെ കർത്താവ് വീണ്ടും വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ശക്തമായിട്ടുള്ള തലവേദനയുള്ള 16 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഏറെ നാളുകളായിട്ട് മക്കളില്ലാത്ത ഒരു ദമ്പതികളെ കുഞ്ഞിന് നൽകി ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഏറെ നാളുകളായിട്ട് അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുവാനുള്ള കൃപ ഈശോ ഇന്ന് നൽകുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. മക്കളുടെ പഠനവും അവരുടെ മൊബൈൽ ഫോണിന്റെ ഉപയോഗവും ആകുലപ്പെടുത്തുന്ന 33ഓളം മാതാപിതാക്കൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്. മാതാപിതാക്കളെയും മക്കളെയും ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അധ്യാപക നിയമനത്തിനായിട്ട് പണം കൊടുത്ത് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് അതിനുവേണ്ടി മാത്രം കാത്തിരിക്കേണ്ട, വേറെ ജോലികളോ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളോ കൂടെ അന്വേഷിച്ചാൽ നല്ലതാണ് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാപിതാക്കൾ കുടുംബസ്വത്ത് വീതം വച്ചപ്പോൾ അർഹമായത് തങ്ങൾക്ക് നൽകിയില്ല എന്ന ചിന്തയോടുകൂടെ മാതാപിതാക്കളെ അവഗണിക്കുകയോ അവർക്ക് ആവശ്യമുള്ള സ്നേഹവും പരിഗണനയും നൽകാതിരിക്കുകയോ ചെയ്യുന്ന 20-ലധികം പേരുണ്ടെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഈശോ അവരെ ക്ഷമിച്ച് പ്രാർത്ഥിക്കണമെന്നും അവരുടെ അനുഗ്രഹം കുടുംബത്തിന് വളരെ അത്യാവശ്യമാണെന്നും ഈശോ അവരെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ള 7 പേരെയും കർത്താവ് അനുഗ്രഹിക്കുന്നു, സുഖപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിദേശത്ത് ജോലിക്ക് പോയി അവിടെ ചെന്നതിന് ശേഷം ജോലിയും മറ്റ് കാര്യങ്ങളൊന്നും ഓർഡർ ആയിട്ടില്ല. അതുകൊണ്ട് കുടുംബത്തിലേക്ക് പണം അയക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇങ്ങനെ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന 7-8 കുടുംബങ്ങളിൽ ഈശോ ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് സ്നേഹമുള്ളവരെ, ഏതാനും സാക്ഷ്യങ്ങൾ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. എൻ്റെ പേര് സ്റ്റെല്ല ജോസഫ് കണ്ണോത്ത്. എനിക്ക് വിദേശത്ത് പോകുവാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നു. ചോദിച്ചപ്പോൾ തരാമെന്ന് പറഞ്ഞ് പല പ്രാവശ്യം വിളിച്ച് നടത്തിച്ചുവെങ്കിലും തന്നില്ല. ഞാൻ വിശുദ്ധ യൂദാസ് ലീഹായുടെ നൊവേന കൂടാമെന്നും സാക്ഷ്യം പറയാമെന്ന് നേർച്ച നേർന്ന്
1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടി. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാസ്ലീഹ വഴി നടന്ന കാര്യത്തിന് 1000 നന്ദി പറയുന്നു. സ്നേഹപൂർവ്വം സ്റ്റെല്ല ജോസഫ്, കണ്ണോത്ത്. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. എൻ്റെ പേര് വത്സ എന്നാണ്. ഞാൻ കണ്ണോത്ത് ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ കൊച്ചുമക്കൾക്ക് ഇവ LB ഇവരുടെ വിസയ്ക്ക് വേണ്ടി 10 മാസം മുമ്പ് അയർലൻഡിൽ പോകുവാനായി വിസയ്ക്ക് അപേക്ഷിച്ചിരുന്നു. ഇവരുടെ പാരൻസ് അയർലൻഡിലാണ്. ഇവർ അപേക്ഷിച്ചതിനൊപ്പം മക്കളും വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു. മക്കൾക്ക് എല്ലാവർക്കും ഇപ്പോൾ വിസ കിട്ടി. ഈ മക്കൾക്ക് 2 പേർക്കും വിസ വന്നില്ല. ഞാൻ പ്രത്യേകം ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. വിസ വന്നു കഴിഞ്ഞാൽ ആദ്യമേ നമ്മുടെ വിൻസെൻഷ്യൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു കൊള്ളാമെന്ന് നേർന്നിരുന്നു. ഇതിനിടയിൽ പല ചൊവ്വാഴ്ചകളിലും പരിശുദ്ധമായ ദേവാലയത്തിൽ വന്ന് ബഹുമാനപ്പെട്ട അച്ഛനെ കാണുകയും അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അച്ഛൻ നല്ല ധൈര്യം തന്ന് സമാധാനിപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോടും വിശുദ്ധരോടും പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. അത്ഭുതകരമായി കഴിഞ്ഞ ദിവസം വിസ വന്നു. നമ്മുടെ ദൈവം നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെല്ലാം കേൾക്കും. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം തരും, അത് ഉറപ്പാണ്. പല കാര്യങ്ങളും ദൈവം നടത്തി തന്നിട്ടുണ്ട്. ഈശോയ്ക്ക് 1000 നന്ദി അർപ്പിക്കുന്നു. ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. വത്സ മാത്യു, കണ്ണോത്ത്. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. എൻ്റെ പേര് ജിഷ താമരശ്ശേരി. ഞാനിവിടെ വന്ന് എല്ലാ ചൊവ്വാഴ്ചകളിലും വിശുദ്ധ കുർബാനയിലും നൊവേനയിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ അയൽവാസികളുമായിട്ടുള്ള പ്രശ്നം ഐക്യത്തിലായി. ഈ ദൈവാനുഗ്രഹത്തിന് നന്ദി പറയുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ ഭർത്താവ് 15 ദിവസം കിടപ്പിലായിരുന്നു. കിഡ്നി സംബന്ധമായ അസുഖം മൂലം മരിച്ചു പോകുമെന്ന് ഡോക്ടർ പറഞ്ഞതാണ്. ഞാൻ വിശുദ്ധ കുർബാനയും നൊവേനയിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പൂർണ്ണ സൗഖ്യം കിട്ടി. ഭർത്താവിൻ്റെ മദ്യപാനവും മാറിക്കിട്ടി. ദൈവത്തിന് നന്ദി പറയുന്നു. ജിഷ താമരശ്ശേരി. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഇവിടെ ഏതോ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. മലയാളമൊക്കെ അത്യാവശ്യം അറിയാം. ആ സഹോദരി പ്രത്യേകമായിട്ട് ആന്ധ്രാപ്രദേശിലുള്ള ബിജു എന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. ഒരേ ഒരു മകനാണ് ആ കുടുംബത്തിനുള്ളത്. 9 വയസ്സുള്ള ആ കുട്ടി മാരകമായ രോഗത്തിലാണ്. തലയിൽ ട്യൂമർ വന്ന് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ നടക്കുകയാണ്. ആ കുട്ടിയുടെ ഓപ്പറേഷൻ്റെ വിജയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നൊവേനയ്ക്ക് ഒരുക്കമായിട്ടുള്ള ഗാനം ആലപിക്കാം. ഈ ദിവസങ്ങളിൽ പരീക്ഷകൾ എഴുതുന്ന നമ്മുടെ കുട്ടികളെല്ലാവരെയും ഈശോയ്ക്കും സകല വിശുദ്ധർക്കും ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ല വലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കൽ എത്തുന്നതുവരെ ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. ആബാ പിതാവേ, ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി കണ്ണീരൊഴുക്കിയ ഈശോ
ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും ശാന്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. മാലാഖമാരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ. ആമേൻ. ഒരിക്കൽ കൂടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. ഈ ദിവസങ്ങളിൽ പരീക്ഷകൾ എഴുതുന്ന എല്ലാ കുട്ടികളെയും ഈശോയ്ക്ക് സമർപ്പിച്ചൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ, പരീക്ഷകൾ എഴുതുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. ബുദ്ധി പ്രകാശിപ്പിക്കണമേ. നല്ല ഓർമ്മശക്തി കൊടുക്കണമേ. നല്ല ആരോഗ്യം നൽകണമേ. ഈ ദിവസങ്ങളിൽ രോഗപീഠകളിൽ നിന്നൊക്കെ കർത്താവ് ഈ മക്കൾക്ക് വിടുതൽ നൽകണമേ. യേശുവിന്റെ ശക്തി നിറയട്ടെ എല്ലാ കൊച്ചുമക്കളിലും, എല്ലാ മുതിർന്നവരിലും, എല്ലാ യുവതി യുവാക്കളിലും, പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന എല്ലാവരിലും കൃപ നിറയട്ടെ, അഭിഷേകം ഒഴുകട്ടെ, ശക്തി നിറയട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, മഹത്വം, 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 മഹത്വം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.